അന്വേഷണത്തിന്റെ സമയത്ത് ശേഖരിക്കപ്പെട്ട അന്വേഷണോദ്യോഗസ്ഥൻ ആശ്രയിക്കാത്ത രേഖകൾ കുറ്റാരോപിതന് ലഭ്യമാക്കുന്നത് നിഷേധിച്ച സ്പെഷ്യൽ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. കേസന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിക്കപ്പെട്ട അന്വേഷണോദ്യോഗസ്ഥൻ ആശ്രയിക്കാത്ത രേഖകളും മറ്റ് സാമഗ്രികളും വിചാരണ നേരിടുന്ന കുറ്റാരോപിതന് ലഭ്യമാക്കാമോ എന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ മുമ്പിലുയർന്ന പ്രധാന ചോദ്യം. ഈ വിഷയത്തിന്റെ 1982 കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിലെ 19 4 ചട്ടത്തിലും ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ പ്രസക്തമായ വകുപ്പുകളിലുമുള്ള നിയമവശം കോടതി വിലയിരുത്തി. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിക്കപ്പെടുന്ന, പ്രോസിക്യൂഷൻ ആശ്രയിക്കുന്നതോ അല്ലാത്തതോ ആയ എല്ലാ രേഖകളും മൊഴികളും മറ്റു വസ്തുക്കളും കുറ്റാരോപിതന് ലഭ്യമാക്കുന്നതിന് അവകാശമുണ്ടെന്ന് കോടതി ഉത്തരവിടുകയുണ്ടായി. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുശാസിക്കുന്ന ന്യായമായ വിചാരണയ്ക്കുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. 2022 ഭേദഗതി വരുത്തിയ കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിന്റെ 19 4 ചട്ടപ്രകാരം നിർബന്ധമായും ഒരു കുറ്റാരോപിതന് അന്വേഷണത്തിന്റെ സമയത്ത് ശേഖരിക്കപ്പെട്ട, അന്വേഷണോദ്യോഗസ്ഥൻ ആശ്രയിക്കാത്ത രേഖകളുടെ പട്ടിക നൽകുമ്പോൾ അതിൽ ഏതെല്ലാം മൊഴികളും രേഖകളും മറ്റു സാമഗ്രികളുമുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കണം. അതുകൊണ്ട് കുറ്റാരോപിതന് അത്തരം രേഖകൾ ലഭ്യമാക്കുന്നതിനെ എതിർത്ത സ്പെഷ്യൽ കോടതി വിധിയെ ഹൈക്കോടതി റദ്ദ് ചെയ്തു. കൂടാതെ അന്വേഷണോദ്യോഗസ്ഥൻ ആശ്രയിക്കാത്ത എല്ലാ രേഖകളും കുറ്റാരോപിതന് ലഭ്യമാക്കണമെന്ന് സ്പെഷ്യൽ ജഡ്ജിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ചുരുക്കിപ്പറഞ്ഞാൽ, കേരള ഹൈക്കോടതിയുടെ വർഗീസ് കുരുവിള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 2024 KHC ഓൺലൈൻ 849 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ഒരു കുറ്റാരോപിതന് ഇത്തരം അവകാശം ലഭ്യമാക്കുന്നത് ന്യായപൂർണമായ വിചാരണയ്ക്കും ക്രിമിനൽ നടപടിക്രമങ്ങളിലൂടെ സത്യം പുറത്തുകൊണ്ടുവരുന്നതിനും സഹായകമാണെന്ന് കോടതി എടുത്തു പറഞ്ഞു. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.